എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയറുകളാണ് സ്ക്രീനിൽ കാണുന്നത്. 16 ഷെയറോളം സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ലെവലുകൾ വരുമ്പോൾ ഷോർട്ട് സെൽ ചെയ്യുക, അതിനുവേണ്ടിയാണ് ഷെയർ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇന്നാണെങ്കിൽ മാർക്കറ്റ് കുറേ പ്ലസ്സിൽ പോയി, കുറച്ച് മൈനസിൽ പോയി, ലാസ്റ്റിൽ ഒരു ഫ്ലാറ്റ് മാർക്കറ്റായിട്ട് ക്ലോസിംഗ് ആണ്. എല്ലാ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എല്ലാം വന്നിരിക്കുന്നത്. ഒരു ഡയറക്ഷൻ ഇല്ലായിരുന്നു. കുറച്ച് 50 പോയിൻറ്റ് പ്ലസ് വന്നു, അതുപോലെ 50 പോയിൻറ്റ് മൈനസ് ആ റേഞ്ചിലോട്ട് പോയിട്ട് തിരിച്ച് ഏകദേശം ഇന്നലത്തെ ക്ലോസിങ്ങിനടുത്ത് തന്നെ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷെയർസിനകത്തൊക്കെ നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ നമ്മളെടുത്തിരുന്ന ഷെയർസിനകത്തൊരു കഴിഞ്ഞ ദിവസം നമ്മൾ 14 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലൊരു 7-8 ഷെയറിനകത്ത് നല്ല ചാൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ലെവലുകളാണ് ഹൈ, പ്രീവിയസ് ഡേ ഹൈ, അതായത് ഇന്നത്തെ ഹൈ, R1, R2, R3 ഈ റേഞ്ചുകൾ. അതല്ലെങ്കിൽ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് ഈ ആവറേജ് ട്രേഡ് പ്രൈസ്. അപ്പോൾ ഏതെങ്കിലും ഷെയർ, നമ്മൾ ഈ തിരഞ്ഞെടുത്തിരിക്കുന്ന ഷെയറുകൾ ഏതെങ്കിലും ഷെയർ ഇപ്പോൾ ഇന്നത്തെ ഹൈയുടെ മുകളിൽ വന്നിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങുന്ന കണ്ട നമ്മൾ ആ താഴോട്ട് ഇന്നത്തെ ഹൈയുടെ താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് ആ സമയത്ത് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കും. പക്ഷേങ്കിൽ അത് R1 മുകളിൽ പോകരുത്. R1 പോയി കഴിഞ്ഞാൽ R1 താഴെ ഇറങ്ങുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ ഓട്ടോ ഇൻഡസ്ട്രീസ് ഈ ഷെയർ 142 വരെ പോയി. പക്ഷേ ഇതിൻ്റെ R1 145 അപ്പോൾ 142 വരെ പോയിട്ട് ഈ 140 കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സെല് ചെയ്യും. ആ 142 മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടും. അതല്ല ആ ഷെയർ വന്നിട്ട് 146, 47 പോയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഈ 145 താഴെ വരുമ്പം എൻട്രി എടുക്കണം. നമ്മളന്നേരം വെയിറ്റ് ചെയ്ത് ഇവിടെ എൻട്രി എടുക്കാതെ ഇവിടെ പോയി എൻട്രി എടുക്കരുത്. ഇവിടെ നിന്ന് താഴ്മ എൻട്രി എടുക്കണം. അതല്ല എങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഈ ഷെയർ 145 താഴെ പോയി 137, 38 വരെ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അന്നേരം നമ്മൾ ഈ 137, 138 പോയി സെല് ചെയ്യരുത്. നമ്മൾക്ക് അന്നേരം ഈ 140, 145 ഇടയ്ക്ക് ആവറേജ് ട്രേഡ് പ്രൈസ് വരുവാണെങ്കിൽ ആ റേഞ്ച് തിരിച്ച് ഈ ഷെയർ കയറി വരുന്ന സമയത്ത് ആ റേഞ്ച് വന്ന് അതിന് മുകളിലോ ചിലപ്പോൾ ഇടാം. ആ സമയത്ത് മാത്രമേ നമ്മൾ എൻട്രി എടുക്കാവൂ. അപ്പോൾ നാളത്തെ നമുക്ക് നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകൾ ഇതിനകത്ത് ഈ ഓട്ടോ ഇൻഡസ്ട്രീസിനകത്ത് നല്ല ചാൻസ് ആയിരിക്കും. അത് ഈ R1 ചിലപ്പോൾ 150 പോയിട്ടായിരിക്കും ചിലപ്പോൾ ഇറങ്ങും. 150 പോയിട്ട് 150 മുകളിൽ പോയിട്ട് ഈ R2 പോയിട്ട് ഇറങ്ങുകയാണ് ഏറ്റവും നല്ലത്. അതല്ല 150 പോയിട്ട് ഇറങ്ങുന്ന കണ്ടാൽ ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡ് ആണെങ്കിൽ ആ റേഞ്ച് എൻട്രി എടുക്കുക. 150, ഇപ്പോൾ 151, 51 അല്ലെങ്കിൽ 52 വരെ പോയിട്ട് 150 താഴോട്ട് വരുമ്പോൾ നമുക്കൊരു 150 താഴെ ഒരു എൻട്രി എടുക്കാം. പക്ഷെങ്കിൽ നമ്മൾ ആ കറക്റ്റ് ഹൈയുടെ 2 രൂപയുടെ മുകളിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഇടുന്ന അത്രയേ ഉള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കാം. R1 വന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് മാത്രമേ എൻട്രി എടുക്കുക. അതല്ല ഈ ഷെയർ നാളെ 140, 141 ലെവൽ പോയിട്ട് ഈ 140 താഴോട്ട് പോകണമെങ്കിൽ അവിടെ എൻട്രി എടുക്കാം. ഏത് ലെവലാണോ ഫസ്റ്റ് വന്നിട്ട് ഇറങ്ങുന്നത് ആ ലെവൽ നമ്മൾ ഷോർട്ട് സെൽ ചെയ്യുക. പിന്നീട് ഈ ABFRL എന്ന് പറയുന്ന ഷെയർ, ഇതിൻ്റെ ഹൈയും R1 തമ്മിൽ ഏകദേശം 1.5-2 രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ. ചിലപ്പോൾ ഇത് ഓപ്പണിങ്ങിൽ ചിലപ്പോൾ 250 റേഞ്ചൊക്കെ അല്ലെങ്കിൽ 248, 49 വന്നിട്ട് ഈ രണ്ട് അടുത്ത ലെവലിൽ. അപ്പോൾ ഈ 2 ലെവലും കട്ട് ചെയ്ത് താഴെ വരുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ താഴെ പോകാൻ ചാൻസ് കൂടുതലാണ്. അതായത് ഒരു 10-15 രൂപ ചിലപ്പോൾ താഴോട്ട് ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. ഈ ABFRLനകത്ത് അതുപോലെ BPL എന്ന് പറയുന്ന ഈ ഷെയർ ഇന്നത്തെ ഹൈയും നാളത്തെ R1 തമ്മിൽ ഏകദേശം അടുത്തടുത്ത. അപ്പോൾ 109, 110 റേഞ്ചിൽ പോയിട്ട് ഈ 108, 90 എന്നുള്ള ലെവലിന് താഴോട്ട് വരുമ്പോൾ എൻട്രി എടുക്കാം. അതല്ല പിന്നെയും താഴോട്ടാണ് പോകുന്നത്. 106, 60 താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും. ഈ 2 ലെവലുകൾ അടുപ്പിച്ചുള്ള 2 ലെവലുകൾ കട്ട് ചെയ്ത് വന്നാൽ നമുക്ക് പ്രോഫിറ്റിന് വേണ്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെയും വീഡിയോകളിലൊക്കെ പറയാറുണ്ട്, ഈ പ്രീവിയസ് ഡേ ഹൈയും R1 ഏകദേശം അടുത്തടുത്താണെങ്കിൽ ആ 2 ലെവലിൻ്റെ മുകളിൽ ഷെയർ പോയിട്ട് തിരിച്ച്
ഈ 2 ലെവലിന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഏത് ലെവലിന് താഴെ വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. ഈ 2ാം ലെവലിനും താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും. SRH പോളി എന്ന് പറയുന്ന ഷെയറും ഒന്നുകിൽ 600 മുകളിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ ചാൻസ് എടുക്കാം. നമുക്ക് ഒന്നിൽ ഈ പ്രീവിയസ് ഡേ ഹൈയുടെ ഇപ്പം 595 പോയിട്ട് 591 താഴോട്ട് വരുവാണെങ്കിൽ ചാൻസ് എടുക്കാം. പക്ഷേങ്കിൽ ഒരു 5-6 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ബുക്ക് ചെയ്യണം, വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം അതൊരു പ്രാവശ്യം 600 മുകളിൽ പോകാൻ ചാൻസ് കൂടുതൽ. അങ്ങനെ പോവുകയാണെങ്കിൽ 600 മുകളിൽ പോയിട്ടാണ് ഈ 591 കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല ചാൻസ് കിട്ടും, നല്ല രീതിയിൽ ഇറങ്ങിപ്പോകും. 600 പോകാതാണ് ഒരു 595 96 പോയിട്ട് 591 കട്ട് ചെയ്ത് താഴോട്ട് വരും. പക്ഷേങ്കിൽ തിരിച്ച് കയറാനൊരു ചാൻസ്, ഒരു സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ തല്ല സൊല്യൂഷൻ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രം എൻട്രി ചെയ്താൽ മതി. അതായത് 1000 റേഞ്ചിലോട്ട് വരാൻ എനിക്ക് തോന്നുന്നു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ വരും, അവിടെ വന്നിറങ്ങുകയാണെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. ABC ക്യാപിറ്റല് ഇതിനകത്തും ഈ ABC ക്യാപിറ്റൽ ABFRലൊക്കെ എന്ന് പറയുമ്പം ഒത്തിരി പ്രോഫിറ്റ് പ്രതീക്ഷിക്കുക, ചെറിയ ഷെയറല്ലേ. അപ്പോൾ അതിനകത്തൊരു 3-4 രൂപയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഒന്നുകിൽ ഈ ഹൈ അടിച്ച് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക, അതല്ലെങ്കിൽ ഈ R1 റേഞ്ച് പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അതായത് ഇതിനകത്തും സെയിം അതുപോലെ തന്നെ 210 വരെ പോയി 208 താഴെ വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. അതിനുശേഷം ഇത് 1 സൈഡ് പോയി 204 താഴെ പോയെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. 201 200 താഴോട്ടൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. ഈ TCNS ബ്രാൻഡ് എന്ന് പറഞ്ഞ ഈ ഷെയർ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആവറേജ് കണ്ടില്ലേ, ചിലപ്പോൾ 400 റേഞ്ച് പോയിട്ട് ഈ ആവറേജ് കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അതല്ല എങ്കിൽ ഈ പ്രീവിയസ് ഡേ ഹൈ വന്നിട്ട് ഇറങ്ങുമ്പോഴോ പ്രീവിയസ് ഡേ ഹൈയും R1 തമ്മിൽ ഏകദേശം അടുത്തടുത്ത് ഇത് രണ്ടും വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഇതും സാറ്റിൻ ഇൻഡസ്ട്രീസ് ഇതും കണ്ടില്ലേ, അതിൻ്റെ ഹൈ 107.70, എൻ്റെ R1 പറയുന്നത് 107.90. ഈ 2 ലെവലിന് മുകളിൽ പോയിട്ട് 2 ലെവൽ ഏകദേശം ഒരുപോലെ തന്നെയാണല്ലോ. അപ്പോൾ ഈ 2 ലെവലിൻ്റെ മുകളിൽ പോയിട്ട് ട്രേഡ് ആവുകയാണെങ്കിൽ നല്ല ചാൻസ് താഴോട്ട് കിട്ടും നമുക്ക് സാധ്യത. അപ്പോൾ ഞാൻ ഇത് പ്രത്യേകം പറയാൻ കാരണം ഇതിനകത്ത് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഈ ഹൈയും R1 ഏകദേശം അടുത്തടുത്താണ്, അത് രണ്ടും കയറിയിട്ട് ഇറങ്ങുവാണെങ്കിൽ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മറോക്ക് എഞ്ചിനീയറിങ് നമ്മൾ നോർമൽ ചെയ്യുന്ന ഏത് ലെവലിൽ പോയിട്ടാണ് ഇറങ്ങുന്നത് അവിടെ നമ്മൾ ചെയ്യുക. ഓറിയൻ്റ് ഇലക്ട്രിക്കൊക്കെ ഈ R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. HG ഇൻഫ്ര എന്ന് പറയുന്ന ഇത് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേങ്കിൽ നോക്കുക 1100 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കുക. ഈ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതൊരു 1070 75 പോയിട്ട് താഴോട്ട് ഇറങ്ങാനാണ് ചാൻസ് കൂടുതലെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇന്നത്തെ മൂവ്മെൻറ്റ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഈ ആവറേജിന് താഴെ പോകണമെങ്കിൽ ചാൻസ് എടുക്കാം. ഈ പ്രീവിയസ് ഡേ ഹൈ അടിക്കുന്നില്ല, 1070 75 റേഞ്ച് പോയിട്ട് ഈ 1062 താഴോട്ട് വരുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. ഓയിൽ ഇൻഡസ്ട്രീസ് ആണെങ്കിൽ 650 പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ചില സമയത്ത് ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് 650 റേഞ്ചിലോട്ട് വന്നിട്ട് ഇറങ്ങാൻ ചാൻസ് ഉള്ളൂ. നോക്കാം. ബിക്കാജി ഫുഡും നോർമൽ നോക്കും. ഇപ്പം ക്ലോസിങ് ഹൈയുടെ അടുത്ത് തന്നെ. അപ്പോൾ 538 550 വരാം. വന്നിട്ട് ഇറങ്ങി ഏത് ലെവൽ വന്നാലും ആ ലെവലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻട്രി എടുക്കുക. റെഡിങ്ടണും 230 റേഞ്ചിലൊക്കെ വന്നിട്ട് 228-70 ക്രോസ് ചെയ്യുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. മോൾഡ് ടെക്ക് നോക്കുക. ഓപ്പണിങ് ചിലപ്പം മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ ഈ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ മൂവ്മെൻറ്റ് ഇല്ല എങ്കിൽ 225-26 റേഞ്ച് പോയിട്ട് 124 താഴോട്ട് വരുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇത്രയുള്ള കാര്യങ്ങൾ നാളെ തന്നെയുള്ള ഷെയർ നമ്മൾ നോക്കി ചെയ്യുക. നമ്മൾ കറക്റ്റ് ലെവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ലെവൽ വന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് എൻട്രി എടുക്കുക. ചില ഷെയറിനകത്ത് ഹെവി മൂവ്മെൻറ്റ് 3 രൂപ 4 രൂപയൊക്കെ ഒറ്റയടിക്ക് ജമ്പ് ആവുന്നതാണെങ്കിൽ ആ ഷെയറിനകത്ത് വെയിറ്റ് ചെയ്യുക. അത് ലെവൽ വന്നാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഈ ലെവലിന് താഴോട്ട് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് തിരിച്ച് വീണ്ടും അങ്ങ് കയറിപ്പോകും. അപ്പോൾ നമ്മൾ ഇച്ചിരി വെയിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പം 1-2 രൂപ താഴെ ആയിരിക്കും നമുക്ക് എൻട്രി കിട്ടുന്നത്. പക്ഷേ എങ്കിൽ കുഴപ്പമില്ല, നമുക്ക്
ടെൻഷനില്ലാതെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. പിന്നെ മാർക്കറ്റിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഇന്ന് നമുക്ക് ചാൻസ് വന്ന ഷെയർസിൻ്റെ കുറച്ച് ഒരു 4-5 ഷെയർ നോക്കാം. ഇന്ന് നമുക്ക് ചാൻസ് വന്ന ഷെയർ ഇപ്പോൾ 14 ഷെയർ, ഇതിലൊരു 7 ഷെയറിനകത്ത് നല്ല ചാൻസ് തന്നു. പിന്നെ 1-2 ഷെയറിനകത്ത് ചെറിയ ചെറിയ ചാൻസുകളും തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ചാൻസ് തന്ന ഷെയർ ഒന്ന് AC എന്ന് പറയുന്ന ഷെയറാണ്. ആക്ഷൻ കൺസ്ട്രക്ഷൻ നോക്കിയേ, ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി, അതിനുശേഷം R1 മുകളിൽ പോയി. R1 ഈ ഗ്രീൻ ഈ ബ്ലൂ ലൈനാണ് R1 മുകളിൽ പോയി. അതിനുശേഷം R2 പോകുന്നില്ല, R2 ആണ്. R2 പോകുന്നില്ല, R1 താഴെ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏത് ലെവലാണോ മുകളിൽ പോയിട്ട്, ഇപ്പം ഇതിന് മുകളിലോട്ട് ഇവിടെയൊക്കെ ട്രേഡ് ആയിട്ട് ഇതിന് താഴോട്ട് ഇറങ്ങണം, നമ്മൾ അവിടെ എൻട്രി എടുക്കുക. ഇത് പക്ഷേ അതിന് മുകളിലാണ് ട്രേഡ്, R1 മുകളിൽ പോയി. അപ്പോൾ നമ്മൾ ഒന്നുകിൽ R2 വേണ്ടി വെയിറ്റ് ചെയ്യുക, അതല്ല എങ്കിൽ R1 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുന്നുണ്ട്, ഇവിടെ എൻട്രി എടുക്കുക. അപ്പോൾ 1679 ഒരു എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 1695. സ്റ്റോപ്പ് ലോസ് ഇച്ചിരി ഹൈ ആണ്, 10-15 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ഇത്രയും വലിയ ഷെയറിനകത്ത് ആ രീതിയിലൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്രതീക്ഷിക്കണം ചില സമയത്ത്. നമ്മളിവിടെ 1679 ഒരു എൻട്രി എടുത്താൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ അത് 40 രൂപ വരുന്നുണ്ട്. അതായത് 39 രൂപ പ്രോഫിറ്റ്. പിന്നെ തിരിച്ച് വീണ്ടും അത് ആവറേജായി കയറി വരുന്നുണ്ട്. പക്ഷേ ഈ ലെവൽ വന്നിട്ട് തിരിച്ചങ്ങനെ വീണ്ടും എൻട്രി എടുക്കും. പക്ഷേ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പം എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കാണെങ്കിൽ അറിയാം, ആവറേജ് വരുന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ തിരിച്ച് ചാൻസ് എടുക്കാം. ഓക്കെ, അത് ഇവിടുന്ന് ഇവിടം വരെ പോയെന്ന് നമ്മളിവിടെ എൻട്രി എടുത്ത ഒരാൾ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ 1680 എന്നത് 1585 റേഞ്ചിലോട്ട് വരുന്നത്. അതായത് 95 രൂപ ഒറ്റ ഷെയർ പ്രോഫിറ്റ്. ഒന്ന് ഓർത്ത് നോക്കിയപ്പം നമ്മളെ പറയുന്ന രീതി നല്ലൊരു എൻട്രി എടുത്ത് ഇച്ചിരി റിസ്ക് എടുത്ത് വെയിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല രീതി 95 കിട്ടിയില്ലെങ്കിൽ ഒരു 50 രൂപയ്ക്ക് ഈസിയായിട്ട് വെയിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇവിടെ തന്നെ ഒരു 40 രൂപ കിട്ടുന്നുണ്ട്. ഈ ഒരു മണി വരെ വെച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ 40, 50, 60 രൂപയോളം കിട്ടും. അപ്പം ഇത് ഷെയറിൻ്റെ മൂവ്മെൻറ്റ് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഈ ഷെയർ ആയിരുന്നു. അതിന് ശേഷം നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിനകത്ത് മുകളിലോട്ടും താഴോട്ടും നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നിട്ടാണ് ആ ഷെയർ പോകുന്നത്. ഇത് കണ്ടില്ലേ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒന്നും നേരെ കയറി പോയി പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി, ബ്ലാക്ക് കളർ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി. R1 പോയില്ല, തിരിച്ചിറങ്ങി. നമ്മളന്നേരം ഇവിടെ എൻട്രി എടുക്കുക. 976 ഒരു എൻട്രി എടുത്താൽ 957, 19 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. ഇത് 76, 58, അതായത് 18 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. വീണ്ടും തിരിച്ച് പോയി ഹൈ അടിച്ചു. പക്ഷേ ഈ ഏരിയയിലെല്ലാം ഹെവി മൂവ്മെൻറ്റാണ്. നമ്മളിവിടെ എൻട്രി എടുത്താൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓടിക്കത്തില്ല. പക്ഷേങ്കിൽ ഇത് ഈ റേഞ്ചിൽ തന്നെ നമ്മളിവിടെ 73 എടുത്താൽ ലാസ്റ്റ് ടൈമിൽ എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ അഥവാ എടുത്തവർക്ക് ഇത്രയും ഹൈയിൽ പോകുന്നുണ്ട്, പക്ഷേങ്കിൽ ഹൈ അടിക്കുന്നില്ല. ചില ഷെയറിനകത്ത് ലാസ്റ്റ് ടൈമിൽ ഷോർട്ട് കവറിങ് ഇതുപോലെ കയറി വരാറുണ്ട്. പക്ഷേ നമുക്കിവിടെ നല്ലൊരു പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം മോൾഡ് ടെക് എന്ന് പറയുന്നൊരു ഷെയർ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി. R1 പോയി, R2 പോയില്ല, തിരിച്ചിറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. 229 എൻട്രി എടുത്താൽ 2 രൂപയുടെ ഡിഫറൻസ് എടുത്ത് ഇവിടുന്ന് എൻട്രി എടുത്താൽ 218, 11 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ആവറേജിൽ 1-2 പ്രാവശ്യം വന്നിട്ട് വീണ്ടും തിരിച്ച് താഴോട്ടാണ് പോയത്. പിന്നെ ഷെയർ കാർ ട്രേഡ് എന്ന് പറയുന്ന ഷെയർ കുറച്ച് ഡൗണിൽ ഓപ്പണായി നേരെ പോയി എന്താ ചെയ്തു, കറക്റ്റ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് പോയി. ഇവിടെ കണ്ടില്ലേ, അത് ഇച്ചിരി ഇതാക്കാൻ കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി. നമ്മളന്നേരം ഇതിന് മുകളിൽ പോയി തിരിച്ചിറങ്ങുകയാണെങ്കിൽ നമ്മൾ ചാൻസ് എടുക്കുക. 714 എടുത്താൽ
705, 9 രൂപ. പിന്നെ ആ റേഞ്ചിൽ തന്നെ കിടന്ന് പക്ഷേ ഇത്രയും ഇങ്ങനെ ട്രേഡ് മൂവ്മെൻ്റ് ഇല്ലാതെ അധികം മൂവ്മെൻറ്റിലാണ് കിടന്ന് ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ പിന്നെ ഈ റേഞ്ചിലൊക്കെ കട്ട് ചെയ്ത് കളയും. എന്നാലും നമുക്ക് ഒരു 7 രൂപ പ്രോഫിറ്റ് കിട്ടും. പിന്നെ ലാസ്റ്റ് ടൈമിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി 10 രൂപ 12 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അതിൽ. പിന്നീട് ഗ്ലോബൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ഷെയർ. ഗ്ലോബൽ സ്പിരിറ്റും നോക്കേ ഈ റെഡ് ക്യാൻഡിൽ നോക്കിയാൽ ഫസ്റ്റ് ഓപ്പണിംഗ് ക്യാൻഡിൽ അത് പോയി 6 മുകളിൽ പോയി തിരിച്ചിറങ്ങി 779, 778, 779 എൻട്രി എടുത്താലും നമുക്ക് 765, 761 ഏകദേശം 16-17 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ കണ്ടില്ല ആ റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കാം. ഇത് ഈ ഇടയ്ക്കുള്ള ഈ ഹൈ വരുന്ന ആവറേജായി വരുന്നതാണ്, മനസ്സിലായി. ചിലപ്പോൾ ആവറേജിന് മുകളിലോട്ട് ചില ട്രേഡ് ആകും, പിന്നെ തിരിച്ചിറങ്ങി. മൂവ്മെൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ 3-4 പ്രാവശ്യം ട്രേഡ് എടുക്കാൻ പറ്റും. പിന്നെ KRBL എന്ന് പറയുന്ന ഷെയർ. KRBL നോക്കി ഓപ്പണിംഗ് ഫ്ലാറ്റായിട്ട് തുടങ്ങി കറക്റ്റ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി അടിച്ചു ഇറങ്ങി. നമ്മൾ ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങുമ്പോൾ ഇവിടെ എൻട്രി എടുക്കുക. 313 റേഞ്ചിൽ എൻട്രി എടുത്താൽ 308 ഇവിടെ വരുന്നുണ്ട്. പിന്നെയും തിരിച്ച് 310 അടുത്ത് വരെ പോകുന്നുണ്ട്. തിരിച്ച് വീണ്ടും ഇറങ്ങി 304 വരെ വരുന്നുണ്ട്. അപ്പോൾ 8-9 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. എന്നാലും 4-5 രൂപ ഈസിയായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അതിൽ. അതിനുശേഷം ഹിന്ദു കോപ്പർ ഫ്ലാറ്റ് ഓപ്പണിങ് നേരെ വന്നു, താഴോട്ടിറങ്ങി CPRൻ്റെ അപ്പർ ലെവലിൽ സപ്പോർട്ട് എടുത്ത് കയറിപ്പോയി പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ജസ്റ്റ് ട്രേഡ് എടുത്ത് തിരിച്ചിറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും 312, 13 എടുത്താൽ 307 വരെ വരുന്നുണ്ട്. വീണ്ടും അതിന് അവിടെ ഹൈ അടിക്കുന്നില്ല. വീണ്ടും തിരിച്ചിവിടെ ഇറങ്ങി വീണ്ടും എൻട്രി എടുക്കുക, വീണ്ടും താഴെ പോയി. പക്ഷെ ഒരു നല്ല ഹെവി മൂവ്മെൻ്റായിട്ട് തന്നിട്ടില്ല. 3-4 രൂപയ്ക്കൊക്കെ വേണ്ടി ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. വേറെ 1-2 ഷെയർ എടുക്കാൻ ചെറിയ ചാൻസുകൾ തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്തായാലും നമ്മളൊരു 10-15 ഷെയർ എടുത്ത് അതിനകത്ത് ഒരു 6-7 ഷെയർ നമുക്ക് ചാൻസ് തരും. അതിനകത്ത് കറക്റ്റ് രീതി നമ്മൾ നോക്കി എൻട്രി ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. പിന്നെ ചില സമയത്ത് ചില ഷെയറിനകത്ത് സ്റ്റോപ്പ് ലോസ് അടിക്കും. ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. വലിയ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടിയെടുത്ത് ഒന്നിൽ അതിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. അതല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് സൈസ് കുറച്ച് നമ്മൾ ട്രേഡ് എടുക്കുക. പിന്നെ ലെവൽ വന്നിറങ്ങുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ വിട്ടേക്കുക. ഇതൊക്കെ കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നവർ അതൊക്കെ സൂക്ഷിച്ച് ചെയ്യാമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ചില സമയത്ത് ചില ഷെയർ ലോസ് ആയാൽ അതിനകത്ത് വീണ്ടും അടുത്ത ചാൻസ് വരുമ്പോൾ മാത്രമേ നമ്മൾ എൻട്രി ചെയ്യാവൂ. അതല്ലാതെ മുകളിലോട്ട് കയറി പോകുന്ന ഇടയ്ക്ക് ഇച്ചിരി ഒന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവിടെ നിന്ന് താഴോട്ട് പോകാൻ ചാൻസ് കൂടുതൽ, അങ്ങനെയൊന്നും എൻട്രി ചെയ്യരുത്. ലെവൽ കട്ട് ചെയ്താൽ മാത്രം എൻട്രി എടുക്കുക. ഓക്കെ, ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. നാളെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.